ഹായ്. പരാജയങ്ങളെ പേടിക്കണ്ട. അതൊരു പാഠമാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നത് വലിയൊരു കാര്യത്തെപ്പറ്റി പറയാനല്ല, മറിച്ച് നമ്മൾ എല്ലാവരും ഡെയിലി ലൈഫിൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യത്തെപ്പറ്റിയാണ്. നമ്മളെല്ലാവരും എപ്പോഴും പേടിക്കുന്ന, പക്ഷേ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവം: തോൽവി അഥവാ പരാജയം. സത്യം പറഞ്ഞാൽ ഈ പരാജയം എന്ന് പറയുന്നത് അത്ര വലിയ പേടിപ്പെടുത്തുന്ന സാധനമൊന്നുമല്ല. നമ്മൾ ഇതിനെ കാണുന്ന രീതിയിലാണ് കാര്യം. നമ്മളൊരു കാര്യം ചെയ്യാൻ ഇറങ്ങുന്നു. അത് വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ നമ്മൾ ഉടനെ പറയും, എൻ്റെ കരിയർ പോയി, എൻ്റെ ലൈഫ് പോയി. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കണക്ക് തെറ്റിപ്പോയാൽ നമ്മൾ ആ കണക്ക് ഉപേക്ഷിക്കുമോ? ഇല്ലല്ലോ. വീണ്ടും ചെയ്തു നോക്കും. ജീവിതവും അതുപോലെ തന്നെയാണ്. നമ്മളൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവരാണ്. ആ സ്വപ്നത്തിലേക്ക് എത്തുന്ന വഴിയിൽ ചെറിയ ചെറിയ കുഴികൾ എന്തായാലും ഉണ്ടാവും. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ പൈസ നഷ്ടപ്പെടാം. അല്ലെങ്കിൽ നമ്മൾ ഒരു വർക്ക് ചെയ്യാൻ എടുക്കുമ്പോൾ അത് കസ്റ്റമറിന് ഇഷ്ടപ്പെടാതെ വരാം. അപ്പോൾ നമുക്ക് തോന്നുന്ന ആ ഒരു നിരാശയുണ്ടല്ലോ, അത് സ്വാഭാവികമാണ്. പക്ഷേ ആ നിരാശയിൽ തങ്ങി നിന്നാൽ നമ്മൾ തോറ്റുപോയി എന്നാണ് അർത്ഥം. ആ നിരാശയിൽ നിന്ന് നമ്മൾ പാഠം പഠിച്ചാൽ നമ്മൾ ജയിച്ചു. ഉദാഹരണത്തിന്, ഒരു ലേണിംഗ് ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ വണ്ടി പല പ്രാവശ്യം ഓഫ് ആകാറില്ലേ? അല്ലെങ്കിൽ ഗിയർ മാറ്റാൻ മറന്നു പോകാറില്ലേ? അന്ന് നമ്മൾ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാൽ നമ്മൾ റോഡിൽ വണ്ടി ഇറക്കുമോ? ഒരിക്കലുമില്ല. ആ തെറ്റുകളിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത് എവിടെയാണ് ക്ലച്ച് റിലീസ് ചെയ്യേണ്ടത് എന്ന്. ജീവിതത്തിലും നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റും നമ്മളെ ഓരോ പുതിയ പാഠമാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പരാജയം എന്ന് പറയുന്നത് പേടിക്കാനുള്ളതല്ല, പഠിക്കാനുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം, പലരും ഈ പരാജയത്തെ പേടിക്കുന്നത് നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ കളിയാക്കലുകൾ ഓർത്താണ്. ഞാൻ തോറ്റാൽ അവർ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത. എടാ, ജീവിതം നിന്റേതാണ്. നീ വീഴുമ്പോൾ കൈ പിടിച്ചുയർത്താൻ വരുന്നവരല്ല, പകരം നീ വീഴുന്നത് കണ്ട് ചിരിക്കുന്നവരായിരിക്കും കൂടുതൽ. അങ്ങനെയുള്ളവരുടെ അഭിപ്രായത്തിന് എന്തിനാടാ നമ്മൾ വാല്യൂ കൊടുക്കുന്നത്? നീ തോക്കുമ്പോൾ നിന്നോട് കുഴപ്പമില്ല, അടുത്ത വട്ടം നോക്കാം എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ അതാണ് നിന്റെ വിജയം. ബാക്കിയുള്ളവർ പറയുന്നത് ചെവിക്കൊള്ളേണ്ട കാര്യമേ ഇല്ല. പരാജയം നമുക്ക് തരുന്ന മറ്റൊരു ഗുണമുണ്ട്. അത് നമ്മളെ വിനയം പഠിപ്പിക്കും. ജയിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അഹങ്കരിച്ചേക്കാം, പക്ഷെ തോൽക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയും, അയ്യോ, ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്ന്. ആ തിരിച്ചറിവാണ് നമ്മളെ വലിയ നിലയിലെത്തിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുക്കാം. ഞാൻ ഡിസൈനിങ് ഫീൽഡിലുള്ള ഒരാളാണ്. തുടക്കത്തിൽ ഞാൻ ചെയ്ത പല ഡിസൈനിങ്ങുകളും ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകത്തില്ല. എനിക്ക് വല്ലാതെ ഫീലായിട്ടുണ്ട്. പക്ഷേ ഞാൻ അന്നവിടെ നിർത്തിയില്ല. ഓരോ തെറ്റിൽ നിന്നും ഞാൻ പഠിച്ചു. ഏത് കളറാണ് ഇണങ്ങുക, ഏത് ടൈപ്പ് ഡിസൈനിങ് ആണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ. അങ്ങനെയാണ് ഇന്ന് നമ്മൾ ഈ നിലയിലെത്തിയത്. ഇതേപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ കാര്യത്തിലും. ഒരു പരാജയം കിട്ടിയാൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് എന്ന് വിചാരിക്കുക. എനിക്ക് നന്നായി ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചാൽ മാത്രമായിരിക്കും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക. അതുകൊണ്ട് ബിസിനസ്സോ പഠനമോ റിലേഷൻഷിപ്പോ എന്തുമാകട്ടെ, പരാജയങ്ങളിൽ തളർന്നു പോകാതെ ഒന്ന് കണ്ണ് അടച്ച് തുറക്കുക. പരാജയം എന്ന് പറയുന്നത് ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, അതൊരു കോമയാണ്. അവിടെ വണ്ടി നിർത്തരുത്. ഒന്നുകൂടി റീചാർജ് ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെ ശ്രമിക്കണം. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഇത്തരം ചെറിയ ചെറിയ പരാജയങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് നേരിട്ടത്? നിങ്ങൾക്ക് തോന്നിയ ആ ഒരു മാറ്റം എന്തായിരുന്നു? താഴെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ദ ഹോപ്പ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ കീപ് ട്രൈയിങ്.